ഹായ് നമസ്കാരം. അങ്കമലി ഡയറി ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് മമ്മൂട്ടിയെ പോലെ മോഹൻലാലും എന്നുള്ള ഒരു കാര്യമാണ്. അതെന്താണെന്നല്ലേ, ആ വിഷയത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. 1986 മറ്റോ മമ്മൂക്കയുടെ 36ഓളം ചിത്രങ്ങളാണ് റിലീസായതെന്നാണ് കേട്ടത്. അതേ വർഷം തന്നെ ലാലേട്ടൻ്റെ 32 ചിത്രങ്ങളും നിലവിൽ റിലീസായെന്നാണ് അറിയുന്നത്. ആ ഒരു കാലഘട്ടത്തിലെ പോലെ തന്നെ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഓണക്കാലത്ത് മാത്രം നമ്മുടെ മമ്മൂക്ക 6 സിനിമകളാണ് റിലീസാക്കിയത്, ഓണത്തിന് മാത്രം. അന്ന് തുടരെ തുടരെ സിനിമകൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയായിരുന്നു നമ്മുടെ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഗംഭീര തിരിച്ചുവരവൊക്കെ പിന്നീട് കണ്ടതാണ്. ന്യൂഡൽഹി എന്ന സിനിമയിലൂടെ അദ്ദേഹം ഉണ്ടാക്കിയ വലിയ സ്റ്റാർഡം എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അദ്ദേഹത്തിൻ്റെ പരാജയങ്ങൾ ഉണ്ടായാൽ പോലും അദ്ദേഹത്തിൻ്റെ താര പദവിക്ക് ഒരിക്കലും ഇളക്കം തട്ടാത്ത വിധത്തിൽ അദ്ദേഹം പിന്നീട് മുന്നോട്ട് തന്നെ പോയി. അദ്ദേഹം എക്സ്പെരിമെൻ്റ് സിനിമകളും ചെയ്തു. എന്നാൽ അതേപോലെ തന്നെ, അതായത് ഈ റിലീസിങ് പാറ്റേണിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ, ഒരു ഓണക്കാലത്ത് 6 ചിത്രങ്ങൾ ഇറക്കിയ മമ്മൂക്കയുടെ പോലെ തന്നെ 3 ചിത്രങ്ങളിൽ തൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട്, അതും ഗസ്റ്റ് റോളിൽ എത്തിക്കൊണ്ട്, ഗസ്റ്റ് റോളിൽ എത്തുന്ന കഥാപാത്രമായിട്ട് നമ്മുടെ ലാലേട്ടൻ എത്തുന്ന ഒരു ഓണക്കാലമാണ് 2026 ഓണക്കാലം നമ്മളെ വരവേൽക്കാനായിട്ട് എത്തുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ മകളുടെ കൂടെ അഭിനയിക്കുന്ന, ഒരു മെൻറ്ററായിട്ട് അദ്ദേഹം അഭിനയിക്കുന്ന ജൂഡ് ആൻ്റണി ജോസഫിൻ്റെ ആ ഒരു ചിത്രമാണ്. 2018 ശേഷം അദ്ദേഹം സംവിധാനം ചെയ്യുന്ന വിസ്മയ മോഹൻലാൽ നായികയായിട്ടും നായകനായിട്ട് അഭിനയിക്കുന്നു പറഞ്ഞിരിക്കുന്ന ആക്ഷൻ ത്രില്ലർ ജോണറിൽ വരുന്ന സിനിമയാണ്. അതിൽ അവരുടെ മെൻറ്ററായിട്ട് അഭിനയിക്കുന്നത് സ്വന്തം പിതാവായിട്ടുള്ള മോഹൻലാൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു സിനിമയെ കൂടാതെ മറ്റൊരു സിനിമ കൂടിയുണ്ട്, ജയിലർ എന്നൊരു സിനിമയുണ്ട്. ജയിലർ വന്നതിന് ശേഷമേ ഈ ഒരു സിനിമ വരികയുള്ളൂ. മാത്രമല്ല, പൃഥ്വിരാജിൻ്റെ പിതാവായിട്ടും അദ്ദേഹം കടന്നു വരുന്ന ഒരു സിനിമയുണ്ട്. അത് ഖലീഫ എന്ന സിനിമയാണ്. വൈശാഖിൻ്റെ സംവിധാനത്തിൽ ഖലീഫ എന്ന സിനിമയുണ്ട്. ഖലീഫ എന്ന സിനിമയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രം മാമ്പറം അഹമ്മദ് അലി എന്നുള്ള കഥാപാത്രമാണ്. ആ ഒരു കഥാപാത്രത്തെയും നമുക്ക് ഈ ഓണക്കാലത്ത് കാണാൻ സാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ ജയിലറിലെ മുത്തുവേൽ പാണ്ഡ്യനെ സഹായിക്കാനായിട്ട് എത്തുന്ന മാത്യൂസ് എന്ന് പറഞ്ഞ കിടിലൻ കഥാപാത്രമായിട്ട് വീണ്ടും എത്തുമ്പോൾ അതും അരങ്ങ് തകർക്കുന്ന ഒരു വേഷമായിരിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഞാനും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ലാലേട്ടൻ്റെ ആ ഒരു വലിയൊരു മികച്ചൊരു കഥാപാത്രം എന്ന് തന്നെ ആ കഥാപാത്രത്തിന് മാത്രമായിട്ടൊരു സിനിമ എടുത്താലും കുഴപ്പമില്ലെന്ന് തോന്നിയൊരു സിനിമയായിരുന്നു, കഥാപാത്രമായിരുന്നു മാത്യൂസ് ജയിലറിലെ. ജയിലർ 2 ആഗസ്റ്റ് 15 എത്തുമ്പോൾ, അതിൻ്റെ പിന്നാലെ തന്നെ ഒരാഴ്ച പിന്നിടുമ്പോൾ ഈ പറഞ്ഞ 2 സിനിമകളും തുടക്കവും അതുപോലെ തന്നെ നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഖലീഫയും റിലീസിനെത്തുന്നുണ്ട്. ഏതായാലും ഈ ഒരു ഓണക്കാലം ഏത് സിനിമ വിജയിച്ചാലും അത് മോഹൻലാലിന് പേര് കിട്ടുന്ന സിനിമ തന്നെയായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ തല വെച്ചാൽ തന്നെ, പോസ്റ്ററിൽ വെച്ചാൽ തന്നെ നമുക്ക് ആ സിനിമയ്ക്ക് കയറാനുള്ള ടിക്കറ്റിൻ്റെ സെയിൽസ് കൂടുമെന്ന കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. കാരണം പലപ്പോഴും അത് തെളിയിച്ചിട്ടുണ്ട്. സിനിമ കൂടി നന്നായി വന്നാൽ പിന്നെ പറയേണ്ടതില്ല. ഒരുപക്ഷെ 3 സിനിമകളും ഹിറ്റാക്കുന്ന ഒരു കാലമായിരിക്കാം